ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ആമിന നജുമ. പാർലമെന്റിലെ ശീതകാല സമ്മേളനം പുരോഗമിക്കുന്നു. ഗ്രാമീണ മേഖലയുടെ വികസനവുമായി ബന്ധപ്പെട്ട വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ബിൽ കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും. വിവിധ ഇൻഷുറൻസ് നിയമങ്ങളുടെ ഭേദഗതി വിഭാവനം ചെയ്യുന്ന സബ്കാ ഭീമ സബ്കി രക്ഷ ബിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ലോക്സഭയിൽ അവതരിപ്പിക്കും. രാജ്യസഭയിൽ തെരഞ്ഞെടുപ്പ് പരിഷ്കാരങ്ങളെക്കുറിച്ചുള്ള ചർച്ച ഇന്നും തുടരും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ഒരാഴ്ച നീളുന്ന കർണാടക, തമിഴ്നാട്, തെലങ്കാന സന്ദർശനത്തിന് ഇന്ന് തുടക്കം. കർണാടകയിൽ ആദി ജഗദ്ഗുരു ശ്രീ ശിവരേത്രേശ്വര ശിവയോഗി മഹാസ്വാമിജിയുടെ 1066ാമത് ജയന്തി ആഘോഷങ്ങൾ ഇന്ന് രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. നാളെ തമിഴ്നാട് സന്ദർശിക്കുന്ന രാഷ്ട്രപതി പിന്നീട് ശൈത്യകാലവാസത്തിനായി തെലങ്കാനയിലെ സെക്കന്ദരാബാദിലുള്ള രാഷ്ട്രപതി നിലയത്തിലെത്തും. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ രണ്ടാം പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വൈകുന്നേരം എത്യോപ്യ തലസ്ഥാനമായ ആഡിസ് അബാബയിലെത്തും. 2 ദിവസത്തെ സന്ദർശനത്തിനിടെ നൊബേൽ സമ്മാന ജേതാവായ എത്യോപ്യൻ പ്രധാനമന്ത്രി ആബി അഹമ്മദ് അലിയുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ച നടത്തും. ശ്രീ മോദിയുടെ ആദ്യ എത്യോപ്യൻ സന്ദർശനമാണിത്. എത്യോപ്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യും. 8.2% വളർച്ചാ നിരക്കോടെ രാജ്യം അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥയായി മാറുകയാണെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. 3.2% ആഗോള വളർച്ചാ നിരക്ക്. സാമ്പത്തിക അസമത്വം ജനങ്ങൾക്കിടയിൽ കുറഞ്ഞുവരുന്നതായും ധനമന്ത്രി ലോക്സഭയെ അറിയിച്ചു. രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥയെക്കുറിച്ചുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിഷേധാത്മക പരാമർശത്തിൽ പ്രതികരണം തേടിയ പ്രതിപക്ഷത്തെ ധനമന്ത്രി വിമർശിച്ചു. 1971 യുദ്ധത്തിൽ പാകിസ്ഥാനെതിരായ ഇന്ത്യയുടെ വിജയത്തിന്റെ ഓർമ്മയിൽ രാജ്യം ഇന്ന് വിജയ് ദിവസ് ആഘോഷിക്കുന്നു. രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖർ രാജ്യത്തിനുവേണ്ടി ജീവൻ ത്യജിച്ച സൈനികർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ഈ യുദ്ധത്തിന്റെ പരിസമാപ്തിയിലാണ് ഈസ്റ്റ് പാകിസ്ഥാൻ ബംഗ്ലാദേശായി വിമോചനം നേടിയത്. ഏപ്രിൽ 22 പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ദേശീയ അന്വേഷണ ഏജൻസി ജമ്മുവിലെ പ്രത്യേക NIA കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ലഷ്കർ-ഇ-തോയ്ബ, അനുബന്ധ സംഘടനയായ ദി റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്നിവയിൽ ഉൾപ്പെട്ട 7 പേരെ പ്രതി ചേർത്താണ് കുറ്റപത്രം സമർപ്പിച്ചതെന്ന് NIA പ്രസ്താവനയിൽ പറഞ്ഞു. 30ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ 5ാം ദിനം 70ഓളം ചിത്രങ്ങൾ പ്രദർശനത്തിനെത്തും. അതേസമയം പലസ്തീൻ 36, തിംബുക്തു ഉൾപ്പെടെ 19 ചിത്രങ്ങൾക്ക് സെൻസറിംഗ് എക്സംഷണൽ സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തതിനെ തുടർന്ന് പ്രദർശനം ഒഴിവാക്കാൻ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം നിർദ്ദേശിച്ചു. പാലക്കാട് തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്തിലെ ചാഴിയാട്ടിരിയിൽ ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ രോഗവ്യാപനം തടയുന്നതിനായി മുൻകരുതൽ നടപടികൾ സ്വീകരിക്കാൻ ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചു. തിരുമിറ്റക്കോട്, നാഗലശ്ശേരി, തൃത്താല, ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്തുകൾ രോഗനിരീക്ഷണ മേഖലയിൽ ഉൾപ്പെടും. കേരളത്തിൽ മാതൃകാ പെരുമാറ്റച്ചട്ടം പിൻവലിച്ചതായി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ A. ഷാജഹാൻ. തദ്ദേശ പൊതു തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനെ തുടർന്ന് നവംബർ 10 മുതലായിരുന്നു മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നത്. അതേസമയം സ്ഥാനാർത്ഥികളുടെ നിര്യാണത്തെ തുടർന്ന് പ്രത്യേക തിരഞ്ഞെടുപ്പ് നടക്കാനുള്ള മലപ്പുറം ജില്ലയിലെ മൂത്തേടം, എറണാകുളം പാമ്പാക്കുട ഗ്രാമപഞ്ചായത്തുകളിൽ പൂർണ്ണമായും, തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിഴിഞ്ഞം വാർഡിലും പെരുമാറ്റച്ചട്ടം നിലനിൽക്കും. സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഈ മാസം 21 സത്യപ്രതിജ്ഞ ചെയ്ത് സ്ഥാനമേൽക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു. ജില്ലാ പഞ്ചായത്തുകളിലും കോർപ്പറേഷനുകളിലും ജില്ലാ കളക്ടർമാരുടെയും ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും വരണാധികാരികളുടെയും മുൻപാകെ അതാത് തദ്ദേശ സ്ഥാപനങ്ങളിലെ മുതിർന്ന അംഗമാണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. കേരളത്തിൽ SIR-ന്റെ ഭാഗമായി വീടുതോറുമുള്ള വിവരശേഖരണം വ്യാഴാഴ്ച അവസാനിക്കും. വോട്ടർ പട്ടികയുടെ തീവ്ര പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ഇന്നലെ വൈകിട്ട് 6 മണിയോടെ ഡിജിറ്റൈസ് ചെയ്ത ഫോമുകളുടെ എണ്ണം 2,78,07,680 ആയതായി മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ അറിയിച്ചു. 2026 ഹജ്ജ് തീർത്ഥാടനത്തിനായി വളരെ നേരത്തെ തന്നെ അപേക്ഷിക്കാനും അംഗീകൃത സംഘാടകരെ മാത്രം തിരഞ്ഞെടുക്കാനും ശ്രദ്ധിക്കണമെന്ന് കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രാലയം. അവസാന നിമിഷത്തെ തിരക്ക് ഒഴിവാക്കുന്നതിനായി അടുത്ത മാസം 15 മുൻപായി ബുക്കിംഗ് നടപടിക്രമം പൂർത്തീകരിക്കണമെന്നും മന്ത്രാലയം അറിയിച്ചു. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തോടനുബന്ധിച്ച് ശബരിമല സന്നിധാനത്ത് തിരക്ക് തുടരുന്നു. ഈ മാസം 23 ആറന്മുളയിൽ നിന്ന് സന്നിധാനത്തേക്ക് തങ്കയങ്കി ഘോഷയാത്ര ആരംഭിക്കും. 27 മണ്ഡലപൂജ നടക്കും. അടുത്ത മാസം 14 മകരവിളക്ക് മഹോത്സവം. കണ്ണൂർ റീജിയണൽ ഫോറൻസിക് സയൻസ് ലബോറട്ടറിക്ക് ഡിജിറ്റൽ തെളിവുകൾ പരിശോധിക്കാൻ അംഗീകാരം ലഭിച്ചു. കേന്ദ്ര ഇലക്ട്രോണിക്സ് IT മന്ത്രാലയം ഇത് സംബന്ധിച്ച് വിജ്ഞാപനമിറക്കി. ഇതോടെ സൈബർ കുറ്റകൃത്യങ്ങളുടെ അന്വേഷണത്തിനും തെളിവുകളുടെ ശാസ്ത്രീയ പരിശോധനയ്ക്കും ലാബിന് സാധിക്കും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.